ആക്ച്വലി അതിലൊരു ഗുഡ് ന്യൂസും ഉണ്ട് ബാഡ് ന്യൂസും ഉണ്ട്. 90% ഇവക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല. ബട്ട് ബാക്കിയുള്ള 10% കുറച്ച് കോംപ്ലിക്കേഷനാണ്. ഇവക്ക് വീണ്ടും ക്യാൻസർ വരാൻ സാധ്യതയുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു. ഇപ്പോൾ മനസ്സിലായോ ഹീറോയിൻ എന്തിനാ ഹീറോയെ ഇത്രയ്ക്ക് കെയർ ചെയ്യുന്നതെന്ന്? വേറൊരു സ്ഥലത്ത് ഹീറോയിൻക്ക് മെസ്സേജ് അയക്കാണ്. നീ ഓക്കെ ആണോ, എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നു. എന്നാൽ അവൾ റിപ്ലൈ കൊടുക്കുന്നേ ഇല്ല. അപ്പോൾ അവൻ അന്ന് ഞാൻ കുറച്ച് ഓവറായി സംസാരിച്ചു പോയി എന്ന് പറയുന്ന മെസ്സേജ് അയക്കുന്നു. അത് കണ്ട് അവൾ ചിരിക്കുകയാണ്. ദെൻ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ഹീറോയിൻ സ്കൂളിലേക്ക് വരുന്നേ ഇല്ല. ഹീറോ ദിവസവും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താടാ ജെ വരുന്നേ ഇല്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ഹീറോയിൻ്റെ വീട്ടിൽ ഹീറോയിൻ്റെ അമ്മ ഒരു സ്റ്റുഡൻറ്റിനെ പോലെ യൂണിഫോമൊക്കെ ഇട്ട് നിൽക്കുകയാണ്. അതേപോലെ ഹീറോയിൻ്റെ അച്ഛനും യൂണിഫോമൊക്കെ ഇട്ട് നിൽക്കുകയാണ്. അയ്യോ, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്ത് പറ്റി എന്നവൾ ചോദിക്കുന്നു. അല്ല, നീ 3 വർഷമായി ആരോടും ശരിക്കും സംസാരിക്കാതെ വീട്ടിൽ തന്നെ ഇരിക്കല്ലേ, അതുകൊണ്ട് ഞങ്ങൾ നിനക്ക് ഫ്രണ്ട്സ് ആവാൻ വേണ്ടിയാണ് ഈ ഗെറ്റപ്പിൽ വന്നത് എന്ന് പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ പുറത്ത് കോളിംഗ് ബെൽ അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നു.